ഹായ്, ഞാൻ കാർത്തിക സോണി. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. എനിക്ക് പനിയും ചുമയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാർ അത്തച്ചമയം നിങ്ങളെയും കൂടി കാണിച്ച് തരാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഞാനും അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആയിരുന്നു പോയത്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അത്തച്ചമയം ബോയ്സ് ഗ്രൗണ്ടിലേക്ക് പോകാൻ അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്ന് ആണ് ഈ അത്തച്ചമയം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ അത്തച്ചമയം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഫ്ലാഗ് റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഇതൊക്കെ കഴിയുന്നതിന് മുമ്പേ എത്തിയിട്ടോ. കുറേ സ്ഥലത്തേക്ക് ഇത് പോകും. അങ്ങനെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ മാവേലിനെയൊക്കെ കണ്ടു. പിന്നെ ആദ്യം തന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ പേര്. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു നല്ല സ്ഥലം കിട്ടി ഇരിക്കാനെല്ലാം കാണാനൊക്കെ. ഇരിക്കാൻ കുറേ സ്ഥലം അങ്ങനെ കിട്ടില്ല. പിന്നെ ന്യൂസ്കാരും ഡ്രോണ് കുറേ പേര് അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഭയങ്കര ലേറ്റായിട്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അതാണ് ഇങ്ങനെ ഭയങ്കര ടൈം ആവുന്നത് വരാൻ വേണ്ടിയിട്ട്. സോ സോറി. ഞാൻ മാവേലിയൊക്കെ പോകണ്ടായിരുന്നു. നല്ല മാവേലിയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഈ സീസൺ കൊണ്ട് മഴ പെയ്യും പിന്നെ പോകും, മഴ പെയ്യും പോകും, അങ്ങനെയായിരുന്നു. അല്ല പിന്നെ മാവേലി ഒന്നും കേട്ടോ, കുറേ മാവേലി ഉണ്ടാവും. പിന്നെ ഇത് ഓരോ സ്കൂളുകാർ ചെയ്യുന്ന പ്രോഗ്രാംസാണ്. ഓരോ സ്കൂളുകാരും. സോ കുറേ മാവേലി ഉണ്ടാവും, കുറേ ചിരിക്കാനുണ്ടാവും. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഭയങ്കര പേര്, കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും ആയിരിക്കും. അതാണ് മെയിൻ കാര്യം വണ്ടി എടുക്കാത്തത്. പിന്നെ ഈ സീസൺ കുറേ പേർക്കും പനിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അധികം പേരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നിറച്ചു പേരുണ്ടായിരുന്നു. പിന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ. ഈ പ്രാവശ്യം ഞങ്ങളത് എത്തുന്നതിന് മുമ്പേ എത്തി കേട്ടോ. അത് തുടങ്ങുന്നതിന് മുമ്പേ എത്തി. അങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ലോറി പോകണ്ടായിരുന്നു, ഡ്രമ്മൊക്കെ വെച്ചിട്ട്. രണ്ടുപേരിൽ നിന്ന് കൊട്ടാണത്. പിന്നെ ഇതിൽ കുറേ നല്ല ടാബ്ലോസ് ആയിരിക്കും. ഓരോ നടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ വെച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കിങ് ഓഫ് കൊത്തയത്തെ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല രസമായിരുന്നു കേട്ടോ. പണ്ട് കുറേ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്നൊക്കെ ആൾക്കാരൊക്കെ വരും കേട്ടോ. കൊച്ചിയിട്ട് തൃപ്പൂണിത്തുറ നിറച്ച് ഡ്രോണ് ന്യൂസുകാരെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നിറച്ചും ഏഷ്യാനെക്കാരായിരുന്നു എല്ലായിടത്തും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടായിരുന്നേ. സോ നിങ്ങൾ ന്യൂസ് വെച്ചാൽ നിങ്ങൾക്ക് ലൈവായിട്ടിരുന്ന് കാണാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. പാർവതി, ശിവൻ, പിന്നെ കൃഷ്ണൻ, രാധ, മഹാബലി എല്ലാവരും ഉണ്ടാവും. നല്ലൊരു മഹാബലിക്ക് പോകുന്നുണ്ടായിരുന്നു. മാവേലി
മാവേലിയാണ്. എല്ലാവർക്കും ഹായൊക്കെ കൊടുത്ത് പിന്നെ അതിന് പുറകിൽ കുറേ ചെണ്ട കൊട്ടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ നിറച്ചു പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അമ്പലത്തിൽ നിന്നൊന്നോ പള്ളിയിൽ നിന്നോ അങ്ങനെയൊന്നുമല്ല, ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് ആഘോഷിക്കുന്നതാണ്. ഓരോ സ്കൂളുകാർ ചേർന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതുള്ള നിറച്ച് മാവേലി ഉണ്ടാവും. പിന്നെ അതിൻ്റെ പുറകെ എന്തോ സ്ഥലം പോയി അതിങ്ങനെ കവർ ചെയ്തിട്ടേക്ക് വരുന്നു. അത് അങ്ങനത്തെ എന്തോ സ്ഥലമാണ്, പക്ഷെ എനിക്കതെന്താന്ന് മനസ്സിലായില്ല. അതിൻ്റെ പുറകെ ഇതാ ഒരു ആന വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ആന ഉണ്ടാവുള്ളൂ, അതെല്ലാം അപ്പോഴും ഉണ്ടാവും കേട്ടോ ഒരു ആന. ഇത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവർ, ഷെയർ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമില്ലാത്തവർ ഞാൻ പറഞ്ഞത് മറക്കരുത്. ഡാൻസ്, പാട്ട്, പിന്നെ ആന വന്നതിന് മുമ്പ് പിന്നെ മാവേലിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എന്നിട്ട് അത് ആന വന്നത് ഒരു ആന ഉണ്ടാവുള്ളൂ എൻ്റെ അപ്പം. ആനേൻ്റെ പുറകിൽ പിന്നെ കുറച്ച് യൂണിഫോം പോലെ കുറേ പേര് ഡ്രസ്സ് സാരിയൊക്കെ ഇട്ടിട്ട് എന്നെനിക്കറിയില്ല ഇങ്ങനെ പോണത് എന്തുകൊണ്ടാണ്. പൊടിയൊക്കെ പിടിച്ച് കുറേ ആൻറ്റിമാരൊക്കെ പോകണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയില്ല ഇതുവരെ എന്താ. പിന്നെ ഈ സീസൺ കാരണം മഴ പെയ്യും പോകും, മഴ പെയ്യും പോകും. ഇപ്പോൾ കുടയൊക്കെ നിർത്തി ആകെ ഒരു ഇതാണ്. ആദ്യം നമ്മൾ കുടയെടുത്ത് തുറക്കുമ്പോൾ മഴ പെയ്യുന്ന നിർത്തും, കുട ചുറ്റുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ്. ആദ്യമൊന്നും എനിക്കിങ്ങനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് പൊക്കി പിടിക്കണമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് കിട്ടി അങ്ങനെ ചെയ്യാൻ. ഇത് ഭയങ്കര ലേറ്റായിട്ടാണ് പോകുന്ന. സോറി കേട്ടോ. നല്ല ഇതാണ് കാണാൻ വേണ്ടിയിട്ട്. ടാബ്ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോ നടന്ന കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ വെച്ചിട്ട് പോകുന്നതാണ്. ടാബ്ലോസ് ഭയങ്കര ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടാവുള്ളൂ. അത് ലോറി ആയതുകൊണ്ടാണ്. പിന്നെ ഇവർ ഓരോ ആൾക്കാരിങ്ങനെ നിന്ന് അത് കാണിച്ചിട്ട് പിന്നെ പോവും. അങ്ങനെയാണ് കേട്ടോ. മതിലൊക്കെ കയറി ഇരുന്നാൽ നമുക്ക് കാണാം. പിന്നെ അടുത്ത ആരെങ്കിലും ഫ്ലാറ്റ്, വീട്, ടെറസ് ഒക്കെ കയറി നമുക്കങ്ങനെ കാണാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം. പിന്നെ മാവേലി പോയി, മാവേലീൻ്റെ പുറകെ രാധ, കൃഷ്ണൻ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരിങ്ങനെ പോകണ്ടായിരുന്നു വേഷിട്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഓരോ പൂക്കളുള്ളത് പോലെ, പിന്നെ നല്ല ഡാൻസ്, പാട്ട്, ഡാൻസ്, പുലിക്കളി എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിള്ളേരുടെയാണ്. ബാലൻ, മാത, ശിവൻ, പാർവതി, കൃഷ്ണൻ, രാധ എല്ലാം എന്താണ് ഉണ്ട്. ഒരു കോളേജിൽ നിന്നല്ല, ഒരു സ്കൂളിൽ നിന്നല്ല, കുറേ സ്കൂളിൽ നിന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറേ ഉണ്ട്, ഞാൻ എല്ലാം വീഡിയോ എടുത്തു അറിയാതെ. സോ നിങ്ങൾക്ക് ഇത് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം.
ഇങ്ങനെ പതിയെ പതിയെ സ്ലോ ആയിട്ടാണ് പോണേ. ഞാനാണെങ്കിൽ അതെല്ലാം വീഡിയോ എടുക്കുകയും ചെയ്തു. പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പോകുന്നിടയ്ക്ക് കുറേ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമാണത് കാണാൻ വേണ്ടിയിട്ടോ. മാവേലി കുറേ മാവേലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെയാണ് സൈഡിൽ കൂടി പോണേ. ടീച്ചേഴ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും പോകുന്നുണ്ട് സൈഡിൽ കൂടി. പിന്നെ മാവേലി പിന്നെയും പോകുന്നുണ്ട്. പിന്നെ പുലിക്കളി എല്ലാം. പക്ഷെ ശരിക്കും ഉള്ളത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ, അതാണ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ അത് ഇത് ക്രിസ്ത്യൻസിൻ്റെ കല്യാണം. പിന്നെ അത് ഈ ഒരു ഡാൻസും പാട്ട് അവർ തന്നെ പാടുന്നതാണ്. ട്യൂണോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പോകണ്ടായിരുന്നു, എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് ഇങ്ങനെ മൈമൊക്കെ പോലെ നല്ല രസമായിരുന്നു. പിന്നെ കൃഷ്ണനെ കുഞ്ഞിതായിരുന്നു, അപ്പോൾ കൃഷ്ണൻ്റെ അച്ഛൻ കൊട്ടയിലിട്ട് കൊണ്ടുപോകുന്നത്, പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, തെയ്യം, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഒരു ടാറ്റ കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പോൾ ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് ഈ ഒരു ഡാൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കറങ്ങി 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 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ നേരം മുമ്പ് രാവിലെ തന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയതായിരിക്കും. എനിക്ക് നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ. പിന്നെ ഇങ്ങനത്തെ ഓരോ എന്താ നമ്മളുടെ ഓലയൊക്കെ കൊണ്ടിട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഡാൻസ്, കുറേ ഡാൻസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഇവരിങ്ങനെ കുറേ സ്ഥലത്തേട്ട് പോകും. സ്റ്റാച്ചു, ഇവിടെയുള്ള സ്റ്റാച്ചുവിൻ്റെ അടുത്തേട്ട് പോകും. അങ്ങനെ കുറേ സ്ഥലത്ത് കറങ്ങി പോകും. വൈകുന്നേരം പിന്നെ ബോയ്സ് ഗ്രൗണ്ടിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് വിടാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണിത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടേഴ്സ്, ഓരോ സിനിമയിൽ ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ, കോമഡി ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് മറ്റേ മണിച്ചിത്രത്താഴിലുള്ള വട്ട് കേസായിട്ട് നടക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ. പിന്നെ തെയ്യം. പിന്നെ അത് ഇങ്ങനത്തെ ഇതാണ് നിറച്ചുണ്ടായിരുന്നത്. ക്യാരക്ടേഴ്സിനെക്കാട്ടും കൂടുതലുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ പോകാൻ നേരത്ത് മഴയും കൂടി പെയ്തു. പിന്നെ കുറേ പേരൊന്നും കുടയും എടുത്തില്ല കേട്ടോ. പക്ഷെ കുട എടുത്ത് ആർക്കും അങ്ങനെ കാണാനും പറ്റൂല. മഴ പെയ്യും പിന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു. ഞാൻ അത് കുറേ എടുത്താൽ ബോറടിപ്പിക്കുന്നു വിചാരിച്ചത് മാറ്റി. ഇത് കഴിഞ്ഞിട്ടായിരുന്നു, അത് തൊട്ടാണ് നമ്മുടെ ഇതൊക്കെ ആരംഭിക്കുന്നത്. നമ്മുടെ തെയ്യമൊക്കെ ഇല്ലേ, അതൊക്കെ ഇവരെയാണ്. നല്ല പുലിക്കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുലിക്കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറുത്ത പുലി, പിങ്ക് കളർ, വൈറ്റ്, റെഡ്, ഗ്രീന്, അങ്ങനെ എങ്ങനെയൊക്കെ കുറേ കളർ ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പുലിക്കളിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെയൊക്കെ. പിന്നെ ഇന്നത്തെ ഡാൻസൊക്കെ ആയിരുന്നു, ഇവരിങ്ങനെ കളിച്ചിരുന്ന ഡാൻസൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്കത് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഡാൻസ്, ഇപ്പം ഞാൻ കളിക്കുന്ന ഈ ഒരു ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അധികം ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല.
പിന്നെ അത് ഇങ്ങനത്തെയൊക്കെ ഞാൻ ഇത് കുറേ പ്രാവശ്യം കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇത് സ്കൂബീനൊക്കെ പോലെ. പിന്നെ ഈ ഒരു ഡാൻസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ്. പിന്നെ അങ്ങനത്തെ ജോക്കർ, അങ്ങനത്തെ വലിയ തലയുള്ള ഓക്കെ. പിന്നെ അതേ തെയ്യം, പിന്നെ ഇങ്ങനത്തെ ഓരോ, പിന്നെ മാവേലി, പിന്നെ ഡാൻസ് എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് ഒരു സൂപ്പറായിട്ട്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ശരിക്കും കാണുമായിരുന്നത്. സോ അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റില്ല. പിന്നെ ഇത് ഇങ്ങനെ മീനൊക്കെ പോകണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അതാ ഇങ്ങനത്തെ പാവാട ഇങ്ങനെ ഉള്ളത്, എനിക്ക് അറിയില്ല ഇതെന്താണ്. നല്ല രസമായിട്ട് കാണാൻ, പക്ഷേ നിറച്ചുണ്ടായിരുന്നത്. പിന്നെ തെയ്യോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചെണ്ടമേളം, പിന്നെ ഇങ്ങനത്തെ ഡാൻസ് എനിക്കെല്ലാം ഭയങ്കര എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഇതെന്തായാലും അപ്പൂപ്പനില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം, പക്ഷേ എന്താ ഇവിടെ അടുത്ത് വെച്ചിട്ട് പൊട്ടിച്ച് കാണുന്നുണ്ട്, പക്ഷേ കണ്ടിട്ടുണ്ട്. പക്ഷേ കാറിൽ ഇരുന്നിട്ടായിരുന്നു കണ്ടത്. സോ അത് ഒരു രസമുണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയാൻ വലിയ ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇത്ര ഇതൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് എനിക്ക് പക്ഷേ ഈ ഗ്രൗണ്ടിലുണ്ടാവും ഗൈഡ് കുറേ ഉണ്ടാവും. അതൊക്കെ അത് ഓണം കഴിഞ്ഞിട്ട് കുറേ ദിവസം ഉണ്ടാവും, കുറേ ദിവസം ഉണ്ടാവും. പിന്നെ ഇതൊന്നും ഞാൻ പോകുന്നത് കണ്ടില്ല, മഴ പെയ്തു അതുകൊണ്ട് പല മേടിക്കാൻ പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഷീറ്റ് അതിൻ്റെ കളിക്കൂടി, എനിക്കറിയില്ല അത് നീളമാണോന്നും അറിയില്ല. മഴ പെയ്തത് കാരണം അധികം അങ്ങനെ കിട്ടിയില്ല, ഫോണിലേട്ടൊക്കെ വെള്ളം വരുന്നത്. അപ്പോൾ അത് നല്ല രസം. ഞാനിങ്ങനെ വന്നപ്പോൾ അത് കണ്ടു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. മഴ പെയ്തപ്പോൾ ഇങ്ങനെ കളിക്കില്ലായിരുന്നു, ട്രെയിൻ പോകുന്നത്. പിന്നെ പിള്ളേരൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ അതിൻ്റെ ഇടയിലൊരു ആംബുലൻസ് പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ വീഡിയോ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ടാബ്ലോസാണ് വന്നത്. അപ്പോൾ ടാബ്ലോസ് എന്തൊക്കെയാണെന്ന് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. അതൊന്നും കുറേ ന്യൂസ് കാര്യങ്ങൾ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ. ടാബ്ലോ വരുന്നത് ഇങ്ങനെ വൃത്തിയായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഒരു ആംബുലൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആദ്യത്തെ ടാബ്ലോ വന്നു, ക്രിസ്ത്യാനിയുടെ ഒരു ടാബ്ലാണ്. അറിയില്ല, എന്തോ മനസ്സിലായില്ല. ഇങ്ങനത്തെ ഓരോ വഴികൾ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്. പിന്നെ വന്നത് മറ്റേ ഡോക്ടറിനെ കൊന്നത് ഉണ്ടായിരുന്നു കർണാടകയിൽ, അവിടെ കാണണം. അതായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് കാണിച്ചത്. അത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല പള്ളിക്ക് രസമുണ്ടായിരുന്നു. പിന്നെ മാവേലി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സിൽ ഇതിന് കയറി പോകുന്നത് ലോറിയിൽ.
കയറ്റി. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഒരു ഡോക്ടറിൻ്റെയൊക്കെ എന്തോ ആണ് എനിക്ക് മനസ്സിലായി. പിന്നെ ഇങ്ങനെ ആൾക്കാരടിക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ അത് എഡിറ്റിനുള്ളതാണ്. കാലിലൊന്നും ഇടാതെ ഞാനത് കണ്ടപ്പോൾ പോലെ ഇത്രയും നേരമായിട്ട് ഇതില്ലാതെ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇത് m4marry.com.comൻ്റെ എന്തോ ആണ് കല്യാണത്തിന് ഫലം പോലെ. ഇതെന്താന്ന് ഞാൻ അകത്ത് കണ്ടില്ല. അകത്ത് എന്താണെന്ന് കഴിഞ്ഞു. പിന്നെ ആടുജീവിതം